അതിനിടെയാണ് ഇവിടെ കേരളത്തിൽ നേതാക്കൾ അതിർത്തി പരസ്യമാക്കി രംഗത്തെത്തുന്നത്. കെ മുരളീധരനാണ് ഫ്ലക്സ് യുദ്ധത്തിൽ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ വിജിൻ ചേരുകയാണ്. വിജിൻ, ഈ ഫ്ലക്സ് കൊണ്ടോ പ്രകടനം കൊണ്ടോ ഒന്നും മുഖ്യമന്ത്രി ആകില്ല എന്നാണ് പറയുന്നത്. അത് കൊള്ളുന്നത് കെ സിക്കും കൊള്ളും, വി ഡി സതീശൻ പക്ഷത്തിനും കൊള്ളും. പക്ഷേ ഇവിടെ സീനിയോറിറ്റി ഒന്നും കാര്യമാക്കേണ്ടതില്ല, അതല്ല ഘടകങ്ങൾ എന്ന് പറയുകയാണ്. അപ്പോൾ ആർക്കാണ് കെ മുരളീധരന്റെ പിന്തുണ എന്നതിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയാണോ? ദിവ്യ, അത് തന്നെയാണ് ഇന്ന് കെ മുരളീധരന്റെ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഫ്ലക്സ് യുദ്ധമൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നു, പ്രകടനമൊക്കെ മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു. പക്ഷേ കെ മുരളീധരൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്ന സുവ്യക്തമായ നിലപാട് സീനിയോറിറ്റി ഒന്നുമല്ല മുഖ്യമന്ത്രിയാകാൻ യോഗ്യത എന്ന് പറയുന്നത്. അതിൽ കൃത്യമായ മാനദണ്ഡങ്ങളും യോഗ്യതകളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഘടകകക്ഷികളുടെ അഭിപ്രായം, ഒപ്പം തന്നെ നിലവിൽ തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരുടെ അഭിപ്രായം. ആ അഭിപ്രായം പരിഗണിക്കണം എന്നുള്ളതാണ് മുരളീധരൻ ആവശ്യപ്പെടുന്നത്. മുരളീധരൻ ആ ആവശ്യം പരിഗണിച്ചായിരിക്കും തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ് എന്ന നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നത്. അതിനർത്ഥം ഏതെങ്കിലും തരത്തിലുള്ള സീനിയോറിറ്റി, നിലവിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നത് തന്റെ അവസാന ടേമാണ്, തനിക്കാണ് സീനിയോറിറ്റി കൂടുതൽ എന്നുള്ളതാണ്. ഒപ്പം തന്നെ KC വേണുഗോപാൽ പറയുന്നത് ദേശീയ തലത്തിലുള്ള നേതാവാണ്, കാലങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നേതാവാണ് എന്നൊക്കെയാണ്. അതിൽ ഏറ്റവും സീനിയോറിറ്റി കുറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ അത് വി ഡി സതീശൻ തന്നെയാണ്. പക്ഷേ ആ സീനിയോറിറ്റിയൊക്കെ മറികടന്ന് മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള നിലപാട് നിലവിൽ കെ മുരളീധരൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. താൻ പറഞ്ഞ അഭിപ്രായം, താൻ ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്ന അഭിപ്രായം, അത് ഇപ്പോൾ പരസ്യമായി പറയാൻ താൻ തയ്യാറല്ല. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ ജനങ്ങളുടെ വികാരം കൂടിയാണ് താൻ അറിയിച്ചത് എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ വി ഡി സതീശൻ ആകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കെ മുരളീധരൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ സീനിയർമാരായിട്ടുള്ള നേരത്തെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ കെ മുരളീധരനെ ഓഫീസിലെത്തി സന്ദർശിക്കുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത്തരം ആ സമയത്തൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് മുരളീധരന്റെ ഒരു നിലപാട് എന്ന് പറയാൻ കഴിയുന്നത് ഇന്ന് രാവിലത്തെ സുവ്യക്തമായ നിലപാടാണ്. അതിൽ പ്രധാനപ്പെട്ടത് സീനിയോറിറ്റി ഇതിൽ ഒരു ഘടകമല്ല, മുഖ്യമന്ത്രിയാക്കാൻ അത്തരത്തിലുള്ള ഒരു ഘടകം മാത്രം പരിഗണിക്കേണ്ട കാര്യമില്ല. ഒപ്പം തന്നെ MLA-മാരുടെയും ഘടകകക്ഷികളുടെയും നിലപാട് പരിഗണിക്കണം എന്നുള്ളതാണ്. ഘടകകക്ഷികൾ നിലവിൽ തന്നെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്, ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗും ജോസഫ് വിഭാഗവും ഒക്കെ പരസ്യമായ നിലപാട് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വി ഡി സതീശന് അനുകൂലമായിരുന്നു ആദ്യഘട്ടത്തിൽ. പിന്നീട് അതൊരു വിവാദത്തിലേക്ക് പോകണ്ട എന്നതുകൊണ്ട് മാത്രം ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമല്ലേ എന്നൊക്കെ പറയുകയാണ് ചെയ്തത്. പിന്നീടാണ് അവർ ഒക്കെയായി കൂടിയാലോചനയ്ക്ക് ഇവിടെ എത്തിയ മുകുൾ വാസനിക്കും ഒക്കെ ചേർന്ന് അവരൊരു കൂടിയാലോചനയിലേക്ക് പോയത്. ആ സമയത്തും ഘടകകക്ഷികൾ എന്തായാലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്ന് മുരളീധരൻ പറയുന്നത്. അതിനർത്ഥം വി ഡി സതീശന് അനുകൂലമായ നിലപാട് തന്നെയാണ് തനിക്കുള്ളത്. സീനിയോറിറ്റി മാനദണ്ഡമാക്കേണ്ട കാര്യമേ ഇല്ല എന്നുകൂടി മുരളീധരൻ പറയുമ്പോൾ വി ഡി സതീശന് അനുകൂലം തന്നെയാണ് മുരളീധരന്റെ നിലപാട് എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയും. ദിവ്യ, സതീശനൊപ്പമാണ് കെ മുരളി എന്ന അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. സീനിയോറിറ്റി ഒരു ഘടകമല്ല, പകരം ഘടകകക്ഷികളുടെ അഭിപ്രായം, അവരുടെ നിലപാട്, MLA-മാരുടെ അഭിപ്രായം എന്നിവയൊക്കെ പരിഗണിച്ചാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് കെ മുരളീധരൻ. വിവരങ്ങളാണ് വിജിൻ വായന്തോട് നൽകിയത്.